എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് വ്യത്യാസമുള്ള ഒരു നാരങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഈ അച്ചാറിന് ഒട്ടും എണ്ണ ചേർക്കുന്നില്ല. എത്ര കാലം വേണമെങ്കിലും ഈ അച്ചാർ കേടാകാതെ ഇരിക്കും. അച്ചാറിന് വേണ്ടി 25 നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് എണ്ണ പുരട്ടി ആവിയിൽ വേവിച്ചെടുക്കാം. വേവിക്കുമ്പോൾ ഒരുപാട് വെന്ത് പൊട്ടിപ്പോകാതെ വെന്ത് വരുമ്പോൾ തന്നെ ഇത് ആവിയിൽ നിന്ന് മാറ്റണം. വെന്ത് വന്ന നാരങ്ങ ആവിയിൽ നിന്ന് മാറ്റി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വലിപ്പത്തിൽ മുറിച്ചെടുക്കാം. ഇതിൻ്റെ കുരുവെല്ലാം നീക്കിക്കളയണം. കുരുവെല്ലാം മാറ്റി 6 കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. നാരങ്ങയിലേക്ക് ചേർക്കുന്നതിന് ഇവിടെ 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ കടുക്, കുറച്ച് ഉലുവ ഒരുപാട് ചേർക്കരുത്. ഒരുപാട് ചേർത്തിട്ടുണ്ടെങ്കിൽ കയ്പ്പ് രുചി വരും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഉലുവ പൊടിക്കാൻ പാകത്തിന് മൂപ്പിച്ചെടുക്കാം. ഉലുവ വറുത്തത് അടുപ്പത്തു നിന്ന് മാറ്റിയതിന് ശേഷം കടുക് വറുത്തെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതും അടുപ്പത്തു നിന്ന് മാറ്റണം. എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരുപാട് മൂത്തു പോകാതെ ശ്രദ്ധിക്കണം. ചെറു തീയിൽ വേണം പൊടികൾ മൂപ്പിച്ചെടുക്കാൻ. മുറിച്ചു വെച്ചിരിക്കുന്ന നാരങ്ങയിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഉലുവ പൊടിച്ചെടുക്കാം. കൂടുതലുണ്ടെങ്കിൽ മിക്സിയിൽ പൊടിച്ചെടുക്കാവുന്നതാണ്. ഉലുവ പൊടിച്ചതിന് ശേഷം കടുകും കൂടെ പൊടിച്ചെടുക്കാം. ഈ പൊടിയും നാരങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. കൂട്ടുകളെല്ലാം മിക്സ് ചെയ്ത് തലേ ദിവസം തന്നെ വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ വെയിൽ വരുമ്പോൾ തന്നെ ഇത് വെയിലത്ത് വെക്കാവുന്നതാണ്. ഇവിടെ സ്റ്റീൽ പാത്രത്തിലാണ് നാരങ്ങ ഉണങ്ങാൻ വെച്ചിരിക്കുന്നത്. സ്റ്റീൽ പാത്രത്തിൽ വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. വൈകുന്നേരം ആകുമ്പോൾ നാരങ്ങ ഈ പരുവത്തിലാകും. ഇടയ്ക്കൊന്ന് നാരങ്ങ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ പൊടികളൊക്കെ നാരങ്ങയിൽ പിടിച്ച് നന്നായിട്ട് നാരങ്ങ ഉണങ്ങി വരും. കൂടുതൽ സോഫ്റ്റായിട്ട് വരണമെങ്കിൽ ഉണക്കുന്ന സമയത്ത് കുറച്ച് എണ്ണ ചേർത്ത് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നാരങ്ങ കിട്ടും. 5 ദിവസവും ഉണക്കുമ്പോൾ വരുന്ന വ്യത്യാസം ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതുപോലെ ഒരു പ്രാവശ്യം നാരങ്ങ സീസണിൽ അച്ചാർ ഉണ്ടാക്കി നോക്കണം. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എണ്ണയൊക്കെ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതുപോലെ അച്ചാർ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഇത് നാരങ്ങ ഉണങ്ങിയതിന് ശേഷം 4 മാസത്തിന് ശേഷമുള്ള അതിൻ്റെ കളറാണ്. ഇതുവരെ നാരങ്ങയ്ക്ക് യാതൊരു കേടും സംഭവിച്ചിട്ടില്ല. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.